ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വിദഗ്ധകാരൊക്കെ ആശ്രയിക്കുന്ന പണ്ഡിതൻ മുജസ്സിമ, കുറെ പണ്ഡിതന്മാർ അദ്ദേഹം മുജസ്സിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? യൻസുലു റബ്ബുനാ തബാറക വ തആല കനുസൂലി ഹാദാ, ഞാൻ ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ റബ്ബ് ഇറങ്ങി വരുന്ന അയാൾ പറഞ്ഞു. മിമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും പോലെ ഇറങ്ങും എന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു ദാത്തും എന്നെപ്പോലൊരു ജിസ്മും അള്ളാഹുവിനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന് ജിസ്മുണ്ടെന്ന് വാദിക്കുന്നവർ മുജസ്സിമീങ്ങളാകുന്നു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ അൽ മിനലുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന എന്ന് പറയുന്ന കിതാബിലുള്ള വാക്കാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. ഫബഅദുഹുൻ നസബഹു ഇലൽ തജ്സീം, കുറെ ആളുകൾ അദ്ദേഹം മുജസ്സിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹു ഇറങ്ങുക നുസൂലി ഹാദാ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് കയ്യ് കാല് പോലെയുള്ള അവയവങ്ങളൊക്കെ സ്ഥാപിച്ച് ഇപ്പോഴും ആ വിഷയത്തിൽ ഗംഭീരമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഗവേഷണാന്ത്യവും അവർ പടച്ച റബ്ബിന്റെ ഓരോ പാർട്സുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സൃഷ്ടികൾക്ക് സമാനനായ ഒരു റബ്ബിനെ അവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ എന്താണ് പറഞ്ഞത്? സൂറത്തു ശൂറായുടെ 11-ാമത്തെ വചനം, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമേയില്ല. മാ ഖത്തറ ഫീ ബാലിക അല്ലാഹു സിവാ ദാലിക, നിന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ച് എന്ത് തോന്നലുണ്ടാകുന്നോ റബ്ബ് അതല്ലാത്ത മറ്റൊന്നാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് പൂർവിക പണ്ഡിതന്മാർ. അപ്പൊ ആരാണ് ആദ്യം ഈ തഅ്വീല് വയ്ക്കാനും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രത്യക്ഷരായത്? അവർ ബിദ്അത്തുകളിൽ ഒന്നാമന്മാരാകുന്ന ഖവാരിജുകളാണ്. അവരുടെ ഉദ്ഭവം എങ്ങനെയാണ്? ഹുനൈൻ യുദ്ധത്തിന് അനന്തരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഖവാരിജുകളുടെ അടിസ്ഥാന നേതാവായിട്ടുള്ള ദുൽഹുവൈസറ എന്ന് പറയുന്ന മനുഷ്യൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട്, എഴുതിൽ യാ മുഹമ്മദ് ഫഇന്നക ലം തഅദിൽ, നീതി കാണിക്കണം മുഹമ്മദേ, താങ്കൾ അത് ചെയ്യുന്നില്ല, താങ്കൾ നീതി കാണിക്കുന്നില്ല എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ കോപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ അയാളങ്ങോട്ട് ശരിയാക്കട്ടെ എന്ന് ചോദിക്കുന്നു. മറ്റൊരു റിവായത്ത് പ്രകാരം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഞാൻ അയാളുടെ കഥ കഴിക്കട്ടെ എന്ന് റസൂൽ തങ്ങളോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരോടും, കാരണം രണ്ടാളും ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇബ്നു കസീറൊക്കെ അതിനെ ജംപ് ചെയ്യണത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഖാലിദ് തങ്ങളാണ് ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് എഴുതിൽ യാ മുഹമ്മദ് ഫഇന്നക ലം തഅദിൽ, നീതി കാണിക്കണം, മര്യാദ കാണിക്കണം, ഹുനൈൻ യുദ്ധത്തിന്റെ അനുബന്ധമായിട്ട്, അല്ലെങ്കിൽ താങ്കൾ നീതി കാണിക്കുന്നില്ല എന്ന് പറയുന്ന ദുൽഹുവൈസറ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഈ മനുഷ്യൻ അള്ളാന്റെ റസൂലിനോട് ഇவ்விதം ഒരു വൃത്തികേട് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നു, മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ എഴുന്നേൽക്കുന്നു. രണ്ട് റിവായത്തും രണ്ടുപേരും അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടെന്നാണ് വലാ ബുഇദ ഫിൽ ജംഇ എന്നാണ് ഇത് സംബന്ധമായി ഇബ്നു കസീർ പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൊല്ലാൻ പാടില്ല, ദഅഹു, ഇയാളെ ഉപേക്ഷിക്കുക, ഫഇന്നഹു യഖ്റുജു മിൻ ദുൽഇഹാദ, ഈ മനുഷ്യന്റെ ഐ മിൻ ജൻസിഹി, ഇദ്ദേഹത്തിന്റെ വർഗത്തിൽ നിന്ന് പുറത്തു വരും ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? അവര് ഇവരുടെ നിസ്കാരവുമായി നിങ്ങളുടെ നിസ്കാരത്തെ താരതമ്യം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പുമായി നിങ്ങളുടെ നോമ്പിനെ താരതമ്യം ചെയ്താൽ, സഹാബാക്രാമിനോടാണ് മുത്തറസൂൽ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്കൂളിൽ നിന്ന് ദീന് പഠിച്ച സഹാബികളോടാണ് അള്ളാഹിന്റെ റസൂൽ പറയുന്നത്. നിങ്ങളുടെ നിസ്കാരം ഇവരുടെ നിസ്കാരമായിട്ട് കമ്പയർ ചെയ്താൽ അതൊന്നുമല്ല. നിങ്ങളുടെ നോമ്പ് ഇവരുടെ നോമ്പുമായി ചേർത്ത് നോക്കിയാൽ അത് തീരെ ഒരു ഗുണം പിടിച്ചതായിട്ട് തോന്നൂല. അവരുടെ ഓത്തും നിങ്ങളുടെ ഓത്തും നോക്കിയാൽ അവരുടെ ഓത്ത് എന്തായിരിക്കും എന്നറിയാവോ? പക്ഷെ എന്താ പ്രശ്നം? ഈ ചാപത്തിൽ നിന്ന് അമ്പ് പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. അവർ ഈ ബില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോണത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. പോത്ത് കണ്ടാൽ ഭയങ്കരമായിരിക്കും, താടി കണ്ടാൽ, വേഷം കണ്ടാൽ, നീളം കുപ്പായം, ഇത്രയ്ക്ക് വലുപ്പമുള്ളൊരു അറാക്കും കൊള്ളി എപ്പോഴും ഉണ്ടാകും. മനുഷ്യരെ അലോസരപ്പെടുത്തിക്കൊണ്ട് ട്രെയിനിലൊക്കെ അവര് വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. ആ മേഖല അവരുടേതാക്കും. അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോകലുമായിട്ട് മനുഷ്യന് സ്വസ്ഥത നശിപ്പിക്കും. വായത്തോതി വഴുതറിയണത് കേട്ടാൽ നിങ്ങളുടെ വഴുതൊന്നുമല്ല എന്ന് വരും.
താടിയുടെ നീളം കണ്ടാൽ നിങ്ങളൊന്നും തീരെ ഇതിന് പറ്റൂല എന്ന് തോന്നിപ്പോകും. സഹാബത്തിനോടാ മുത്ത് റസൂൽ ഇത് പറയണത്. സഹാബത്തിനോടാണ് ഹബീബായ നബി തങ്ങൾ ഇത് പറയണത്. നിങ്ങളുടെ നിസ്കാരം അവരുടെ നിസ്കാരത്തിന്റെ പ്രകടനങ്ങളുമായി കൂട്ടി നോക്കുമ്പോൾ ഒന്നും ആവില്ല. നിങ്ങളുടെ നോമ്പ് ഒരു നോമ്പ് വിൽക്കുന്നത് കണ്ട വമ്പുറ്റ നോമ്പാന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ പ്രകടനങ്ങൾക്കപ്പുറം, പ്രകടന പരതയ്ക്കപ്പുറം, ഈ റിയാഇനപ്പുറം, ഈ ലോകമാന്യത്തിനപ്പുറം ദീനിൽ നിന്ന് അവർ അമ്പ് ബില്ലിൽ നിന്ന് ചാപത്തിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകും. ഇവരാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ബിദ്അത്തുകാർ. പിന്നീട് വന്ന എല്ലാ ബിദ്അത്തുകാരും ഇവരിൽ നിന്ന് അംശം സ്വീകരിച്ചവരാണ്. ഇവരുടെ ആദർശം കുറച്ചും കൂടുതലുമായിട്ട് അവരുടെ ജീവിതത്തിലേക്കും ആദർശത്തിലേക്കും കൂട്ടിച്ചേർത്തവരാണ്. ആ പിൽക്കാല പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്.